ഇങ്ങോട്ട് വരുമോ? ഇന്നലെ രാവിലെ വളരെ ഖേദകരമായൊരു സംഭവമാണ് കരിവൂർ ജംഗ്ഷനിൽ നടന്നത്. ഇപ്പോൾ രാവിലെ 7:45 ഞാൻ എത്തുമ്പോൾ അവിടെ ഒരു ട്യൂട്ടോറുടെ മുമ്പിൽ വെച്ച് ഒരു കുട്ടിയെ ഓടിച്ചിട്ട് കടിച്ചു. അതായിരുന്നു ആദ്യത്തെ സംഭവം. അപ്പോൾ ആ കുട്ടിയായിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി, പുല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി. അതിനുശേഷം വാരപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടാണ് അവർക്ക് വാക്സിനൊക്കെ കൊടുത്ത് തിരിച്ചു വന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ആ ഓടിയ പട്ടി വീണ്ടും കരിവൂർ ജംഗ്ഷനിൽ വന്നിട്ട് ഇവിടെ നിന്ന ആളുകളിൽ പലരെയും ഓടിച്ചിട്ട് കടിക്കുകയായിരുന്നു. അപ്പോൾ ആ സംഭവം 11 പേരെ ഇന്നലെ പട്ടി ഇവിടെ കടിക്കുകയുണ്ടായി. അപ്പോൾ ഇത് ഒരു സാധാരണ സംഭവമല്ല, ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ സംഭവമായിട്ട്, വെറും ഒരു സാധാരണ സംഭവമായിട്ട് മാറിക്കഴിഞ്ഞു. പക്ഷേ എല്ലാവരും പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് എന്നൊക്കെ പറയുന്നു. സത്യം പറഞ്ഞാൽ ഈ കുട്ടികളും ആളുകളും മുതിർന്നവരും എല്ലാം പട്ടിയുടെ കടിയേറ്റ് വളരെ വളരെ ഭീകരമായ ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് ഇന്നുവരെയും പരിഹാരം കാണാൻ കഴിയാത്ത ഒരു വിഷയമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മറ്റെല്ലാ മൃഗങ്ങളെയും, ഇപ്പോൾ ലക്ഷക്കണക്കിന് പോത്തുകളെയും ആടിനെയും കോഴിയും ഒക്കെയാണ് ഓരോ ദിവസവും കൊന്നു തള്ളുന്നതും ആളുകൾ തിന്നുന്നത്. പക്ഷേ മനുഷ്യന് ഉപയോഗമില്ലാത്ത, മനുഷ്യനെ ഏറ്റവും കൂടുതൽ മാരകമായി മരണത്തിലേക്ക് എത്തിക്കുന്ന ഈ പേവിഷബാധ പിടിച്ച ഈ പട്ടികളെ മാത്രം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു ഭരണകൂടത്തിൻ്റെ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയൊരു പരാജയമാണ്. അതിന് എന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്ന് എത്രയും കാലം കൊണ്ട് എല്ലാവരും സംസാരിച്ചിട്ട് ഇതുവരെ അതിന് പരിഹാരം കണ്ടില്ല. അപ്പോൾ ഏതോ ഒരു മരുന്ന് കമ്പനിയുടെ ലോബിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ വെല്ലുവിളിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനെ എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത്? ഇനി ആളുകൾ തന്നെ നേരിട്ടിറങ്ങി ഈ പട്ടികളെയൊക്കെ, ഈ തെരുവ് പട്ടികളെ അടിച്ചു കൊല്ലുന്നൊരു സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞതുപോലെ ആടിനെയോ പട്ടിയോ ലക്ഷക്കണക്കിന് കോഴികളെയൊക്കെ കൊല്ലുന്നതിനൊന്നും ആർക്കും ഒരു പരാതിയില്ല, ഒരു പ്രശ്നമില്ല. പക്ഷേ മനുഷ്യനെ മാരകമായി ഉപദ്രവിക്കുകയും അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ മരണത്തിന് കാരണമാവുകയും ചെയ്യുന്ന ഇത്തരം നായ്ക്കളെ മാത്രം കൊല്ലാൻ തിരിഞ്ഞിറങ്ങിയാൽ അത് വലിയ കേസാവുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട ഒരു നിയമ സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇതിനെതിരെ ഞങ്ങൾക്ക് സലവൺ പഞ്ചായത്തിൻ്റെ പേരിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനിൻ്റെ ശക്തമായ പ്രതിഷേധമാണ്. അതുപോലെ തന്നെ ഈ സംഭവം കരികോണ് ഈ സംഭവം നടന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് ഇടപെടുകയും അതുപോലെ തന്നെ മിനിസ്റ്റർ, ഇവിടുത്തെ ബഹുമാനപ്പെട്ട ചിഞ്ചുറാണി മിനിസ്റ്ററാണ്, MLA ആണ്. അപ്പം അദ്ദേഹമായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ ബന്ധപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ മെഡിക്കൽ വെറ്റിനറി ടീമുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ 7 മണിക്ക് തന്നെ അവരിവിടെ കരികോൺ ജംഗ്ഷനിലെത്തുകയും നിരവധി നായ്ക്കളെ പ്രതിരോധ വാക്സിൻ മാത്രം കൊടുത്ത് വിട്ടയക്കുകയാണ് ഉണ്ടായത്. എന്നാൽ മറ്റ് മാർഗ്ഗങ്ങളൊന്നും ഇപ്പം സ്വീകരിച്ചിട്ടില്ല. ആ ടീം ഇപ്പോൾ കരികോണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വന്നിട്ട് ഈ തെരുവ് നായ്ക്കളെ പിടിച്ച് അവർക്ക് വാക്സിനേഷൻ കൊടുത്ത് വിടുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇന്നലത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്നത്. വേറെ കാര്യങ്ങളൊന്നും പുരോഗമിക്കുന്നില്ല. അങ്ങോട്ട് ഓടിച്ചു വേണം. അപ്പുറത്തോട് വഴിയില്ല. ആ